ഹലോ, എടാ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ നോക്കിയേ? ISCSI അല്ലേ? ആണോ? ഇവിടെ നമ്മൾ ISCSI പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്ന IP SAN അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ SAN കംപ്ലീറ്റ് ആയി, IP SAN തുടങ്ങി. IP SAN രണ്ട് പ്രോട്ടോകോൾ ആണ് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെ? ISCSIയും FCIPയും. ഓക്കെ, ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്തേ. ഹലോ, ഓക്കെ. സോ ISCSIയിലെ എന്തൊക്കെ പഠിച്ചു നമ്മൾ? ജസ്റ്റ് രണ്ട് കാര്യങ്ങളെ നോക്കിയിട്ടുള്ളൂ. ISCSIയിലെ കമ്പോണൻസും ടോപ്പോളജിയും അല്ലേ? അപ്പോൾ ടോപ്പോളജിയിലെ ലാസ്റ്റ് ഒരു കമ്പൈനിങ് ജസ്റ്റ് ഡയഗ്രാം കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ, ഇതാണ് കമ്പൈനിങ് FC ആൻഡ് നേറ്റീവ് ISCSI കണക്ടിവിറ്റി, അതിൻ്റെ ഡയഗ്രാം. ഓക്കെ, നേരത്തെ ISCSI ടോപ്പോളജിയിൽ നമ്മൾ നേറ്റീവ് കണക്ടിവിറ്റിയും അതുപോലെ തന്നെ ബ്രിഡ്ജഡ് അത് രണ്ടുമാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പം മൂന്നാമത് വന്നിട്ടുള്ളത് ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. നേറ്റീവ് ISCSI കണക്ടിവിറ്റി ആൻഡ് ബ്രിഡ്ജഡ് ISCSI കണക്ടിവിറ്റി, ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് മൂന്നാമത്തെ വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സെർവേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ISCSI പോർട്ടുള്ള ISCSI HBA ഉള്ള സെർവർ ആണിത്, ഹോസ്റ്റ് ആണിത്. ഇവിടെ FCHBA ആണ്. ഓക്കെ, അപ്പം ISCSI HBA ഈസ് കണക്റ്റഡ് ടു IP നെറ്റ്വർക്ക് ആൻഡ് ഇറ്റ് ഈസ്, പിന്നെ അത് നേരെ ഡയറക്റ്റ് ലിങ്ക് ടു സ്റ്റോറേജ് അറേ. സ്റ്റോറേജ് അറേയിലെ ISCSI പോർട്ടിലുള്ളതാണ്, പോർട്ടിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നേരെ വേറെയും ഒരു സെർവർ കാണിച്ചിട്ടുണ്ട് FCHBA ഉള്ളത്, അത് നേരെ FC SAN ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. നേരെ FC പോർട്ടിലേക്കാണ്, സ്റ്റോറേജ് അറേന്റെ FC പോർട്ടിലേക്കാണ് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ ഡയഗ്രത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ. ഡൗട്ട് ഉണ്ടോ? പിള്ളേരെ റെസ്പോണ്ട് ചെയ്യേ. ഓക്കെ, അപ്പൊ അതിൽ രണ്ടും കമ്പൈൻ ചെയ്ത് കാണിച്ചിരിക്കുകയാണ്. നമ്മുടെ സാനിൽ നമ്മൾ ചെയ്തതും അതുപോലെ തന്നെ ഇപ്പൊ ISCSIയിൽ ചെയ്യുന്നതും രണ്ടും കമ്പൈൻ ചെയ്ത് കാണിച്ചേക്കുന്നതാണ്. ഡിഫറെന്റ് നെറ്റ്വർക്ക് IP SCSAN, പക്ഷെ പോകുന്നത് സെയിം സ്റ്റോറേജ് അറേ ബട്ട് ഡിഫറെന്റ് പോർട്സിലേക്ക് അല്ലെ? ISCSI പോർട്ടിലേക്കും FC പോർട്ടിലേക്കും. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ, ഇപ്പൊ സാനിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ISCSIന്റെ കാര്യങ്ങളും കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് സാനിന്റെ കമ്പോണൻസ് നോക്കാം. സാനിന്റെ മെയിൻ കമ്പോണൻസ് മൂന്നെണ്ണേ ഉള്ളൂ. എന്തൊക്കെയാണത്? സെർവർ മീൻസ് ഹോസ്റ്റ്, നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ, സ്റ്റോറേജ് അല്ലേ? അത് വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ? നോഡ് പോർട്സ്, കേബിളിംഗ്, ഇന്റർകണക്ട് ഡിവൈസസ്, സ്റ്റോറേജ് അറേ, സാൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പൊ നോഡ് പോർട്സിൽ നമ്മൾ എല്ലാത്തിനും സോഴ്സും ഡെസ്റ്റിനേഷനും ഹോസ്റ്റ് സ്റ്റോറേജ് ഒക്കെ നമ്മൾ നോട്ട്സ് ആയിട്ടാണ് പറയുന്നത് അല്ലേ? അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. HBA എന്താ 2-way ട്രാൻസ്മിഷൻ ആണ്, ട്രാൻസ്മിറ്റർ ലിങ്ക്, റിസീവർ ലിങ്ക്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേബിളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതിലെ സിംഗിൾ മോഡ് ഫൈബർ ആൻഡ് മൾട്ടി മോഡ് ഫൈബർ, ആ കാര്യങ്ങൾ. ദെൻ ഇന്റർകണക്ടിങ് ഡിവൈസ്, ഓക്കെ, സ്റ്റോറേജ് അറേസ്, സാൻ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സാൻ കമ്പോണൻസിൽ വന്നിട്ടുള്ളത്. ISCSI കമ്പോണൻസിൽ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്? ISCSI കമ്പോണൻസിൽ ISCSI ഇനീഷ്യേറ്റർ, ISCSI ടാർഗറ്റ്. ഓക്കെ, ISCSI ഇനീഷ്യേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്റ്റ്, ISCSI ടാർഗറ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജും ആകാം, ISCSI ഗേറ്റ്വേയും ആകാം. ഓക്കെ, ദെൻ IP ബേസ്ഡ് നെറ്റ്വർക്ക്. ഓക്കെ, നേരത്തെ അവിടുത്തെ സാനിലെ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്തായിരുന്നു? ഹബ്ബ്, സ്വിച്ച്,
ഡയറക്ടേഴ്സ് ഇന്റർകണക്ടിങ് ഡിവൈസസിൽ ഇവിടെ IP ബേസ്ഡ് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ISCSI ഇനീഷ്യേറ്റർ ഹോസ്റ്റ് സ്റ്റോറേജ് അറേ ഉണ്ടെങ്കിൽ ISCSI സ്റ്റോറേജ് അറേ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ IP നെറ്റ്വർക്കിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നല്ലെങ്കിൽ IP നെറ്റ്വർക്കിലൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ISCSI ടാർഗറ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജ് അറേ വിത്ത് ISCSI പോർട്ട്. ഓക്കെ, ഇനിയിപ്പോൾ സ്റ്റോറേജ് അറേയിൽ ISCSI പോർട്ട് അല്ല FC പോർട്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ISCSI ഗേറ്റ്വേ യൂസ് ചെയ്യാം. അപ്പൊ ആ സമയത്ത് ടാർഗറ്റിനെ വെച്ച് നോക്കുമ്പോൾ ISCSI സ്റ്റോറേജ് അറേ പോലെയും സ്റ്റോറേജ് അറേനെ വെച്ച് നോക്കുമ്പോൾ ISCSI ഗേറ്റ്വേ ഒരു ഇനീഷ്യേറ്റർ പോലെയാണ്. ഓക്കെ, ഹോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ISCSI ഒരു സ്റ്റോറേജ് അറേ പോലെ ആയിരിക്കും. നമ്മുടെ ടാർഗറ്റ് സ്റ്റോറേജ് അറേനെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ISCSI ഗേറ്റ്വേ ഒരു ഇനീഷ്യേറ്ററിനെ പോലെയോ ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് കമ്പയർ ചെയ്ത് പറഞ്ഞതാണ്. ഈ ഡയഗ്രാം എന്താണെങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ടോപ്പോളജീസ് എന്ന് പറഞ്ഞ സമയത്ത് സാനിന്റെ ടോപ്പോളജീസ് എന്തൊക്കെയായിരുന്നു? കോർ എഡ്ജ് ടയർ ടോപ്പോളജിയും മെഷ് ടോപ്പോളജിയും ആണോ? കോർ എഡ്ജ് ഫാബ്രിക് ടോപ്പോളജി, മെഷ് ടോപ്പോളജി അല്ലെ? അല്ല, കോർ എഡ്ജ് ടോപ്പോളജി ഇത് സിംഗിൾ കോർ ടോപ്പോളജിന്റെ എക്സാമ്പിൾ ആണ് അല്ലെ? നമുക്ക് എഡ്ജ് ടയറും ഉണ്ട്, കോർ ടയറും ഉണ്ട്. അപ്പം നമ്മുടെ ഹോസ്റ്റ് കണക്ട് ചെയ്യുന്നത് എഡ്ജ് ടയറിലേക്കാണ്. ദെൻ ആ എഡ്ജ് ടയറുള്ള സ്വിച്ചസ് കോർ ടയറിലുള്ള ഡയറക്ടേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. പിന്നെ കോർ ടയറിലുള്ള ഡയറക്ടേഴ്സ് ആണ് സ്റ്റോറേജ് അറേയിലേക്ക് പോകുന്നത്. ഓക്കെ, മിഷൻ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ ഈ ഹോസ്റ്റിന് ഡയറക്റ്റ് ആയിട്ട് കോർ ടയർ ഡയറക്ടറിലേക്ക് കണക്ട് ചെയ്യാവുന്നതും ആണ്. ഓക്കെ, ദെൻ മെഷ് ടോപ്പോളജിയിൽ രണ്ട് തരത്തിലുണ്ട്, പാർഷ്യൽ ആൻഡ് ഫുൾ മെഷ്. അപ്പൊ ഇതിന്റെ ഒക്കെ ഡയഗ്രാം അറിഞ്ഞിരിക്കുക. സാനിന്റെ ടോപ്പോളജീസ് ആണ് എന്തൊക്കെ? കോർ ടയർ ഫാബ്രിക് ടോപ്പോളജിയും മെഷ് ടോപ്പോളജിയും. നേരെ ISCSI ടോപ്പോളജീസ് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇപ്പൊ കണ്ടിട്ടുള്ളത്? നേറ്റീവ് SCSI കണക്ടിവിറ്റി ആൻഡ് ബ്രിഡ്ജഡ് SCSI കണക്ടിവിറ്റി, ദെൻ കമ്പൈൻഡ് FC ആൻഡ് നേറ്റീവ് ISCSI കണക്ടിവിറ്റി. ഓക്കെ, അപ്പൊ നേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് ഫുൾ എല്ലാത്തിലും ഹോസ്റ്റ് ആയിക്കോട്ടെ, ടാർഗറ്റ് ആയിക്കോട്ടെ, ISCSI ഇനീഷ്യേറ്റർ ആയിക്കോട്ടെ, ISCSI ടാർഗറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിലും ISCSI പോർട്സ് ഉണ്ട് അല്ലെ? ഒരു IP നെറ്റ്വർക്കിലൂടെ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒന്നല്ലെങ്കിൽ IP നെറ്റ്വർക്കിലൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൻഡ് ബ്രിഡ്ജഡ് എന്ന് വരുന്ന സമയത്ത് നമുക്കിവിടെ എന്താണ്, ISCSI പോർട്ടിന് പകരം FC പോർട്ടാണ് ഉള്ളത്. ISCSI പോർട്ട് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഒരു ISCSI ഗേറ്റ്വേ യൂസ് ചെയ്തിട്ട് ഇനീഷ്യേറ്ററും ടാർഗറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോയി. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഹോസ്റ്റിലും HBA വരാം, മീൻസ് FC വരാം, സ്റ്റോറേജ് അറേയിലും FC പോർട്ട് വരാം. ദെൻ കമ്പൈൻ എന്ന് പറയുന്ന സമയത്ത് എന്താണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതാണ്. സ്റ്റോറേജ് അറേയിലെ ISCSI പോർട്ട് നേരെ IP-യിലേക്ക്, പിന്നെ ഹോസ്റ്റിലെ ISCSI പോർട്ടിലേക്ക്. അപ്പം സ്റ്റോറേജ് അറേയിലെ FC പോർട്ട് ആണ് ഉള്ളെങ്കിൽ അതൊരു ഹോസ്റ്റിന്റെ FC പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ FC SAN നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട്. ഓക്കെ, കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? കമ്പയർ ചെയ്ത് പഠിക്കുക. രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, SAN components, ISCSI components, SAN topology, ISCSI topologies. ഓക്കെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ISCSIന്റെ പ്രോട്ടോകോൾ സ്റ്റാക്ക് ആണ്. ഓക്കെ, പ്രോട്ടോകോൾ stack. SCSI is the command protocol that works at the application layer of the open system interconnection model, OSI model. ഓർമ്മയുണ്ടോ? OSI model എത്ര layers ഉണ്ടായിരുന്നു? ഹലോ, OSI മോഡൽസിൽ എത്ര ലേയേഴ്സ് ഉണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ? ഏതൊക്കെയായിരുന്നു? ഏഴ് ലേയേഴ്സ് ഏതൊക്കെയായിരുന്നു?
ലേയേഴ്സ് ഓർമ്മയില്ലേ? ആപ്ലിക്കേഷൻ, പിന്നെ അതിന് താഴെ എന്ത് വന്നു? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കേൾക്കുന്നുണ്ടോ? ഓക്കെ, ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഏറ്റവും താഴെ. ഓക്കെ. ഫിസിക്കൽ ഡാറ്റ ലിങ്ക് നെറ്റ്വർക്ക് ട്രാൻസ്പോർട്ട് സെഷൻ പ്രസന്റേഷൻ, സോറി, സെഷൻ പ്രസന്റേഷൻ ആപ്ലിക്കേഷൻ. ഓക്കെ, അപ്പൊ OSI ലെയേഴ്സ് ഒക്കെ ഓർമ്മയുണ്ട്. അപ്പം ഇവിടെയും നമ്മൾ ജസ്റ്റ് ഒന്ന് ലെയേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, so initiate talk to each other. ISCSI is a session layer as SCSI canons and TCP IP for handling load. TCP used with ISCSI as the transport layer to provide reliable transmission. ഓക്കെ, അപ്പൊ ഇവിടെ ഇനീഷ്യേറ്ററും ISCSI ടാർഗറ്റിന്റെയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ആപ്ലിക്കേഷൻ ലെയർ 7 ആപ്ലിക്കേഷൻ ലെയർ SCSI പ്രോട്ടോകോൾ ഏതാ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, SCSI, then layer 5 session layer ISCSI, transport TCP, network IP, data link Ethernet. Okay, അപ്പം ഇവിടെ ഡാറ്റ ലിങ്ക് ലെയറിൽ ഫ്രെയിംസ് ആയിട്ടാണ് IP പാക്കറ്റ്സ്, TCP വിൻഡോസ് ആൻഡ് സെഗ്മെന്റ്സ്, ISCSI നേരത്തെ തന്നെ പറഞ്ഞു ലോഗിൻ, ഒതന്റിക്കേഷൻ, ആ കാര്യങ്ങൾ, then SCSI കമാൻഡ്സ് ആൻഡ് ഡാറ്റ. ഓക്കെ, അപ്പം ഇവര് ഇനീഷ്യേറ്ററിലാണെങ്കിലും ടാർഗറ്റിലാണെങ്കിലും ഈ ലെയേഴ്സിലെ പ്രോട്ടോകോൾസ് ഒക്കെ തന്നെയാണ്, ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഈ ലാസ്റ്റ് കാണിച്ചേക്കുന്നതാണ് നമ്മുടെ പ്രോട്ടോകോൾസ്. മീൻസ് ഇത് രണ്ടും ഈ ഒരു കാര്യം. ഇപ്പം ഫസ്റ്റ് ഇവിടെ ആപ്ലിക്കേഷനിൽ SCSI ആണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഡാറ്റ ഈ SCSIയുടെ ഒരു ഹെഡറുമായിട്ട് നിൽക്കും. ഓക്കെ, ഡാറ്റൻ്റെ കൂടെ ഈ SCSIയുടെ ഒരു ഹെഡറും കൂടി അറ്റാച്ച് ചെയ്യും. അതിനുശേഷം സെഷൻ ലെയർ വരുമ്പോൾ അവിടെ ISCSI അതിൻ്റെയും ഒരു ഹെഡർ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യും. പിന്നെ TCP വരുമ്പോൾ TCPൻ്റെ ഹെഡ്, IPൻ്റെ ഹെഡ്, ഇതർനെറ്റിൻ്റെ ഒരു ഹെഡ്. അപ്പം സംഭവം മനസ്സിലായല്ലോ? നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടാവില്ലേ ഇതിനു മുന്നേ? ഹലോ, ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഇങ്ങനെ ഓരോ ലെയേഴ്സ് വരുമ്പോഴും അതിൻ്റെ ഹെഡ്, ടെയിൽ അറ്റാച്ച് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? പഠിച്ചതല്ലേ? ഹലോ, റെസ്പോണ്ട് ചെയ്യൂ പിള്ളേരെ. ഹലോ, നിങ്ങളവിടെ ഉണ്ടോ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. നിങ്ങൾ OSI ലെയേഴ്സിൽ ഓരോ ലെയേഴ്സ് പഠിക്കുന്ന സമയത്ത് ഓരോ ലെയറിനും അതിൻ്റെതായിട്ടുള്ള ഹെഡർ, ടെയിലർ ഈ ഡാറ്റൻ്റെ കൂടെ, പേലോഡിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നത് നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, OSI ലെയറിൽ ഇതിപ്പോൾ ആ ഒരു ഡയഗ്രാം ആണ് ഇപ്പോൾ ജസ്റ്റ് കണ്ടിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഡാറ്റ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ 5th ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് നമുക്ക് എന്ത് തോന്നുന്നു? SCSIൻ്റെ ഒരു ഹെഡ്, SCSIൻ്റെ കുറച്ച് ഡാറ്റാസ് ആണത്. ഓക്കെ, ISCSIൻ്റെ ഹെഡ്, then TCP, then IP, then Ethernet. അങ്ങനെ ഓരോ ലെയേഴ്സിലേക്ക് വരുമ്പോഴും അത് ആ ഒരു മീൻസ് ഇപ്പോൾ ഓരോ ഹെഡറും അതിൻ്റെതായിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും പറയാം. അപ്പോൾ TCP എന്ന് പറയുമ്പം എങ്ങനെയാണ് റൂട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളായിരിക്കും അവിടെ. ഓക്കെ, അതിപ്പോൾ നെക്സ്റ്റ് നമ്മൾ കാണും. ISCSI initiator and target communicates using ISCSI protocol data units, PDU. Okay,
All ISCSI PDU contains one or more header segments followed by 0 or more data segments. The PDU is then encapsulated into an IP packet to facilitate the transport. Okay, the IP header provides packet routing information that is used to move the packet across a network. The TCP header contains the information needed to guarantee the packet's delivery to the target. അപ്പോൾ ഓരോ ലെയറിലെ ഓരോ ഹെഡേഴ്സും ഓരോന്ന് അറ്റാച്ച് ചെയ്യുന്നതും എന്താ ആ ഒരു ലെയേഴ്സിന്റെ നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ തന്നെയാണ് പാക്കറ്റ് ട്രാൻസ്മിഷന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ISCSI ഹെഡറിൽ എന്താ പറയുക കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഉണ്ട്, എക്സ്ട്രാ കാര്യങ്ങളുണ്ട്. It describes how to extract SCSI commands and data for the target. ISCSI adds an optional CRC known as the digest beyond the TCP checksum and Ethernet CRC to ensure datagram integrity. The header and the data digests are optionally used in the PDU to validate integrity, data placement and correct operation. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡാറ്റേൻ്റെ കൂടെ ഒരു SCSI ഹെഡറും കൂടി ആഡ് ചെയ്യുന്നു പറഞ്ഞു. ആ പോർഷൻസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത് ISCSI PDU. ഓക്കെ, എന്തൊക്കെയുണ്ട്? ബേസിക് ഹെഡർ സെഗ്മെന്റ്, അഡീഷണൽ ഹെഡർ സെഗ്മെന്റ്, ഹെഡർ ഡൈജസ്റ്റ്, ഹെഡർ ഡാറ്റ ഡൈജസ്റ്റ്. ഓക്കെ, അതിൻ്റെ കൂടെ TCPക്ക് പിന്നെയുള്ള താഴത്തെ ലെയേഴ്സ് പോകുമ്പോൾ TCPയും ഒരു ഹെഡർ ആഡ് ചെയ്യും. അതിലേക്ക് അവിടെ എന്താ ഉള്ളത്? റൂട്ടിംഗ് ഇൻഫോർമേഷൻ ആണുള്ളത് അല്ലെ. അതുപോലെ തന്നെ IP-യിലേക്ക് വരുന്ന സമയത്ത് IP-യും ഒരു ഹെഡർ ആഡ് ചെയ്യും. ഓക്കെ, അപ്പം ഇതൊക്കെ ഈ ഒരു ഹെഡർ ഫുള്ള് ഇങ്ങനൊരു ഈ ഇഥർനെറ്റും കൂടി കഴിയുമ്പം ഇത്രയും വലിയൊരു കാര്യമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക. ISCSI ടാർഗറ്റിൽ ഇത്രയും വലിയൊരു കാര്യമായിരിക്കും റിസീവ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, അപ്പം റിസീവർ സൈഡിൽ ടാർഗറ്റ് സൈഡിൽ എത്തുന്ന സമയത്ത് ഈ ഓരോ ഹെഡറും ഓരോ ലെവലിൽ നിന്ന് അങ്ങനെ പോയിട്ട് ഡാറ്റാസ് എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഓക്കെ, അപ്പം പ്രോട്ടോകോൾ സ്റ്റാക്ക് ISCSIയുടെ പ്രോട്ടോകോൾ സ്റ്റാക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ പ്രോട്ടോകോൾ സ്റ്റാക്ക് പറയുന്ന സമയത്ത് നമ്മൾ ഈ ലെയേഴ്സ് വെച്ച് പറയുക. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഈഥർനെറ്റ് ഹെഡർ, IP, TCP, ISCSI, SCSI ഡാറ്റ, ഈ ഒരു ഡയഗ്രാം കൂടി കാണിക്കുക. ISCSI PDU-നും കുറിച്ച് കൂടി ഒന്ന് പറയാം. PDU എന്ന് പറയുന്നത് പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ് ആൻഡ് ഇറ്റ് ഈസ് ദ ബേസിക് ഇൻഫോർമേഷൻ യൂണിറ്റ് in the ISCSI environment. Okay, PDU. ഓക്കെ, അപ്പം ISCSIന്റെ പ്രോട്ടോകോൾ സ്റ്റാക്ക് ഇങ്ങനെയാണ്. നമ്മുടെ സാനിന്റെ പ്രോട്ടോകോൾ സ്റ്റാക്ക് എങ്ങനെയായിരുന്നു? ഓർമ്മയുണ്ടോ? FC ചാനൽ പ്രോട്ടോകോൾ സ്റ്റാക്ക് അല്ലെ, 5 ലെയേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് FC3 ഇല്ല നമുക്ക്, FC0, FC1, FC2, FC4, ദെൻ ആപ്ലിക്കേഷൻ. FC4-ൽ നമ്മൾ എന്തൊക്കെയാണ് ഇന്റർഫേസിൽ എന്തൊക്കെ പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. SCSI, HIPPI, ESCON, ATM, IP. FC2-ൽ ഫ്രെയിമിംഗ്, ഫ്ലോ കൺട്രോൾ തുടങ്ങിയ കാര്യങ്ങൾ. FC1-ൽ എൻകോഡിംഗ്, ഡീകോഡിംഗ്, ചെറിയ രീതിയിലുള്ള ഒരു എറർ ഡിറ്റക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. FC0-ൽ സ്പീഡ്, ലിങ്ക്സിന്റെ സ്പീഡ് 1 GB per second, 2 GB per second, 4 GB per second, 8 GB per second. ഓക്കെ, അപ്പം സാനിന്റെ പ്രോട്ടോകോൾ സ്റ്റാക്ക് അങ്ങനെ, ISCSIന്റെ പ്രോട്ടോകോൾ സ്റ്റാക്ക് ഇങ്ങനെ. ഓക്കെ, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ കറക്റ്റ് നോക്കി തന്നെ പഠിക്കുക. കേൾക്കുന്നുണ്ടല്ലോ? ഇനി FCIP വരുന്ന സമയത്ത് അതിനും ഇങ്ങനെ സെപ്പറേറ്റ് ടോപ്പോളജി, സെപ്പറേറ്റ് കമ്പോണൻസ് കാര്യങ്ങൾ ഉണ്ട്. ഓക്കെ, കേൾക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇതിനെ മാത്രമേ ഉള്ളൂ അവിടെ?
അശ്വിൻ. പിന്നെ ഹരിത. അറ്റൻഡൻസ് പറഞ്ഞ അഭിലാഷ്. അഭിനവ്. അൻസബ്. അൻസബ്. അനുശ്രീ. അർജുൻ. അശ്വിൻ. അതുൽ ദിനേശ്. അതുൽ ദിനേശ്. അതുൽ ദിനേശ് ആബ്സെന്റ്. അതുൽ സത്യപാൽ. ഫബിന. ഫജ. ഫജ. ഫജർ ആബ്സെന്റ്. ജാസിം. മിഥിലാജ്. മിഥിലാജ്. ഋതുല. ജാസിൽ. രമേശ്. ശരത്. ശരത്. ശരത് ആബ്സെന്റ്. സർഗ. ഷബ്ന. സൗരഭ്. സൗരഭ്. സൗരഭ് ആബ്സെന്റ്. ശ്രീരാജ്. സുബിൻ. സുബിന് കറണ്ട് ഇല്ല അല്ലെ? സുബിൻ ഇല്ലല്ലോ അല്ലെ? വിഷ്ണു. വിഷ്ണു. ഓക്കെ. അമൃത. അവൾക്കോ? അത് ആരെ ഉദ്ദേശിച്ചേ? ഓ, അമൃതയ്ക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. ദിദിന. ഹരിത. അമൽ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ സാൻഡ് കമ്പോണൻസ്, നോട്ട് പോർട്സ്, കേബിളിംഗ്, interconnecting devices, storage array, SAN management software. നമ്മുടെ ISCSI components, ISCSI initiator, ISCSI target, IP network. Okay. Then രണ്ടിന്റെയും ടോപ്പോളജീസ്. സാനിന്റെ ടോപ്പോളജീസ് എന്ന് പറയുന്നത് കോർ, ടയർ, ഫാബ്രിക് ടോപ്പോളജി, മെഷ് ടോപ്പോളജി. ISCSI ടോപ്പോളജീസ് എന്ന് പറയുന്നത് നേറ്റീവ് ISCSI connectivity, bridged ISCSI connectivity, then combined FC and native ISCSI connectivity. Then protocol stack നമ്മളിപ്പോൾ കണ്ടു. സാൻഡ് പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് 5 layers, FC0, FC1, FC2, FC4 ആപ്ലിക്കേഷൻ. നമ്മുടെ ഇവിടുത്തെ പ്രോട്ടോകോൾ സ്റ്റാക്ക് എന്ന് പറയുന്ന സമയത്ത് മെയിനായിട്ട് ഓരോ ലെയേഴ്സിൻ്റെയും പ്രോട്ടോകോൾസ് എന്താന്നുള്ളത് പറയാം. എന്നിട്ട് ഡാറ്റ, ISCSI, SCSI ആ ഒരു കാര്യം കാണിക്കാം. ഓക്കെ. PDUവിനും കുറിച്ചിട്ട് കൂടി ഒന്ന് പറയാം. ഓക്കെ. ഡാറ്റ, SCSI, ISCSI, TCP, IP, ഈഥർനെറ്റ്. ഓക്കെ. അപ്പൊ PDU എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് കാണിക്കുന്നതാണ്. IS ഒന്ന് കാണിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഓക്കെ. പിന്നെ